നമസ്കാരം. ഞാൻ ആരിസ് കളത്തിൽ. ഞാൻ ഇന്നുള്ളത് ഇരുവേരി വില്ലേജിൽ മുതുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാക്കി അണിഞ്ഞ ഒരു കലാകാരനെയാണ്. നമസ്കാരം. നമസ്കാരം. CK സുജിത്ത് സാർ. അപ്പോൾ ഈ CK എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? CK എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ തറവാട്ട് പേരാണ്. അതിൻ്റെ അബ്രിവേഷനാണ് CK എന്ന്. ചാലിക്കണ്ടി എന്നാണ്. അച്ഛൻ്റെ തറവാട്ട് പേരാണ് ചാലിക്കണ്ടി എന്നാണ്. അപ്പോൾ സാറിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ വളവട്ടണം പോലീസ് സ്റ്റേഷനിൽ ASI ആയിട്ട് ജോലി ചെയ്യുകയാണ്. സാർ എപ്പോഴാണ് ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്നത്? ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഴുത്തിൽ ഞാൻ സജീവമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ പോലീസിൽ വന്നതിന് ശേഷമാണ്. ഈ പോലീസിൽ ജോലി കിട്ടിയ ആൾക്കാർ പല ആൾക്കാരും അതിന് മുമ്പ് എഴുതുന്ന കൂട്ടർ നിർത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതെങ്ങനെ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്നുള്ളതാണ് എനിക്കൊരു അത്ഭുതം. തൊഴിലും സാഹിത്യം എന്നല്ല, നമുക്ക് എന്തും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നേ ഉള്ളൂ. അതിനൊക്കെ നമുക്ക് വേണ്ടത് നമ്മളൊരു താല്പര്യമാണ്. അപ്പോൾ എന്നോട് നിങ്ങൾ ഇപ്പം ചോദിച്ച ചോദ്യങ്ങൾ പലരും നമ്മോട് ചോദിക്കുന്നുണ്ട്. ഒരു പോലീസുകാരെന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മൾ എഴുത്തിനെ സമീപിക്കുന്നത്, മറ്റുള്ള സാഹിത്യ പ്രവർത്തനവും നാടകവും സിനിമ പോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആത്യന്തികമായിട്ട് അതിനോട് നമ്മളൊരു താല്പര്യമാണ്. പിന്നെ നമുക്ക് ഉണ്ടാകേണ്ട ഒരു വലിയൊരു ഘടകം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു വലിയൊരു പിന്തുണയാണ്. പോലീസുകാരനെ സംബന്ധിച്ചിട്ട് മറ്റൊരു തലത്തും കൂടി നമുക്കൊരു പിന്തുണ വേണം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളൊരു പിന്തുണ, സഹപ്രവർത്തകരുടെ പിന്തുണ വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു ഭാഗ്യവാനാണ്. എനിക്ക് കുടുംബത്തിൽ നിന്ന് നല്ല പിന്തുണയുണ്ട്, അതോടൊപ്പം സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണയുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായ രീതിയിൽ തന്നെ നമുക്ക് കലാപ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട്. സാറിൻ്റെ ഈ രചനാ സൃഷ്ടികളൊക്കെ എന്തൊക്കെയാണ്? രചനാ സൃഷ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ 2 പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് നിലവിൽ. ചെറുകഥകളാണ്. ചെറുകഥകളിൽ നിന്നും കുറച്ചും കൂടി താഴോട്ട് പറ്റി മിനിക്കഥകൾ എഴുതുക എന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അതിനോടൊപ്പം തന്നെ ഞാൻ കലാമേഖലകളിൽ സജീവമാകുന്നത് നാടകത്തിലൂടെയായിരുന്നു. അപ്പോൾ നാടകത്തിലൂടെ ആണ് നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ, ഇപ്പം മധ്യവേനൽ അവധിയൊക്കെ കഴിയുകയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ വള്ളരി നാടകം എന്നൊക്കെ നമ്മൾ പണ്ടുള്ള ആൾക്കാർ തമാശയാക്കുന്ന രീതിയിലുള്ള നാടകങ്ങളിലൂടെയാണ്. അപ്പോൾ സാറ് നാടകത്തിന് വേണ്ടി എഴുതുവാണ് ചെയ്തല്ല? നാടകത്തിൽ ഞാൻ അന്ന് നാടകരചന നടത്തിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അഭിനയം, സ്വന്തം രചനകളിൽ അഭിനയം നടത്തിയിട്ടില്ല. മറ്റ് അമേച്ചർ ട്രൂപ്പുകളിലും പ്രൊഫഷണൽ നാടക വേദികളിലൊക്കെ ഞാൻ അവരുടെ ഒരു ആർട്ടിസ്റ്റായിട്ട് നാടകം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് മുന്നേ വരെ ഞാൻ സജീവമായിട്ട് ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ അംഗമായിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയായിട്ടും നിങ്ങൾ സ്ക്രിപ്റ്റോ അങ്ങനെ വല്ലതും എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഞാനിപ്പോൾ കഥകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അതിനേക്കാളും കഥകൾ ഒരുപക്ഷെ ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു കാലഘട്ടത്തിൽ ആ പുസ്തകത്തെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവരിലും എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പുസ്തകമായിട്ട് ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പോവാം. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നത്, കാണുന്ന കാര്യത്തെ നമ്മൾ അക്ഷരങ്ങളിലൂടെ അല്ലാതെ ആ കാഴ്ചയിലൂടെ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവും, പ്രേക്ഷകന് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള കുറച്ച് തിരക്കഥകൾ. അപ്പോൾ സാറ് എത്ര തിരക്കഥ എഴുതിയിട്ടുണ്ട്? തിരക്കഥകൾ ഒരുപാടെണ്ണം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നൊരു 10-15 തിരക്കഥകൾ നിലവിലിപ്പം അത് ഹ്രസ്വ സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ അതിൽ ഒരു 5-10 എണ്ണം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്ഷൻ ചെയ്യലുണ്ടോ? ഡയറക്ഷൻ നടക്കുന്നുണ്ട്. നാടകമായിരുന്നു എൻ്റെ പ്രധാന ഡയറക്ഷൻ. പക്ഷെ ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് മാറി ഇപ്പോൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. സിനിമയിലേക്ക് ചുവട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഫിലിം ചേംബർ എന്നൊരു സംഘടനയുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ഞാനാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ കണ്ണൂർ ഫിലിം ചേംബറിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യത്തെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഒരു 10-20 മിനിറ്റ് ഇതായിരിക്കും. അതിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു തിരക്കഥ സിനിമയാകുന്നത്. അന്നത്തെ കണ്ണൂർ ഫിലിം ചേംബറിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള EM ഷാഫിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് എനിക്ക് തോന്നി, നമ്മുടെ തിരക്കഥ മറ്റൊരാൾ സംവിധായകൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയിൽ നമുക്ക് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നൊരു ചിന്താഗതിയിൽ. പക്ഷേ അതിൻ്റെ മറ്റുള്ള ആൾക്കാരുമായിട്ട് അത് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഫൈനലൈസ് ചെയ്യുന്നത്. ക്യാമറമാനായിട്ടും അസോസിയേറ്റായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം ചെയ്യുന്നതാണ്. തിരക്കഥകൾക്കൊപ്പം തന്നെ ഞാനൊരു CD ഇറക്കിയിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്റ്റിലാറ്റിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ. ആ കമ്പനിക്ക് വേണ്ടിയിട്ട് പുതിയ ഗായകരെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നിലാവ് പെയ്യുന്ന എന്ന പേരിലൊരു CD ആ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സീഡിന്റെ പേര് CD-ൻ്റെ പേര് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷം മുമ്പാണ്. ആ. അപ്പോൾ അതിൽ ഞാനതിൽ 10 പാട്ടടങ്ങിയ CD-യാണ്. അതിൽ 8 പാട്ടും എഴുതിയത് ഞാനാണ്. നിങ്ങൾ തന്നെ പാട്ട് എഴുതി? പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ആ പാട്ട് എൻ്റെ ലീഡിങ് സോങ് പാട്ടുള്ളത് മധുബാലകൃഷ്ണനാണ്. നിലാവ് പെയ്യുന്ന CD-യിൽ. പിന്നെ അതോടൊപ്പം തന്നെ അതിൽ 2 പാട്ടും എൻ്റെ 2 പെൺമക്കളും, എൻ്റെ 2 പെൺമക്കളാണുള്ളത്. എൻ്റെ 2 മക്കളും ദേവികയും മധുവന്തിയും അതിൽ ഓരോരോ പാട്ട് പാടിയിട്ടുള്ളതും ആ CD ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സാറ് നാടകത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമകളിലൊന്നും മുഖം കാണിച്ചിട്ടില്ലേ? സിനിമകൾ വെച്ചാൽ ഷോർട്ട് ഫിലിമിൽ മുഖം കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യ തിരക്കഥയിൽ എനിക്ക് അതിൽ തിരക്കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതിൽ 34 ആർട്ടിസ്റ്റുകൾ കഥാപാത്രങ്ങൾ കടന്നു പോകുന്നുണ്ട് ഒറ്റ ഒരു ഷോർട്ട് ഫിലിമിൽ. ആ ഷോർട്ട് ഫിലിം 20 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റ് തയ്യാറാക്കി. അതിന് മറ്റൊരു പ്രത്യേകത ഈ 34 ആൾക്കും ഡയലോഗ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് അതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു 34. അതിൽ സാർ അഭിനയിച്ചു? അതിൽ ഞാനൊരു ചെറിയ റോള്. ഈ 20 മിനിറ്റുള്ള 34 ആളും 1 മിനിറ്റ് ഒരു ഡയലോഗ് വരണമെങ്കിൽ തന്നെ 34 മിനിറ്റ് ഉണ്ട്. പക്ഷേ 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർത്തിട്ട് അതിലെല്ലാവർക്കും ഡയലോഗ് വരച്ചിട്ടുള്ളത്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്വപ്നഗ്രഹം എന്ന് പറഞ്ഞ EM ഷാഫി എന്നെ സംവിധാനം ചെയ്തിട്ടുള്ള മറ്റൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഞാൻ ജനിച്ചതല്ല, ഞാൻ വളർന്നത് തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള മാച്ചേരി എന്ന സ്ഥലത്ത്. മാച്ചേരിയിലല്ലേ? അവിടെ ഒരു ചെറുപ്പക്കാരൻ പയ്യനായിരുന്നു എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവനൊരു ദിവസം വന്നിട്ട് ചോദിക്കാൻ ഒരു സിനിമയിൽ അഭിനയിക്കുക, ചെറിയൊരു സിനിമയിൽ ഒരു ന്യൂജൻ്റെ ഒരു കാഴ്ചപ്പാട് സിനിമ, ഒരു കള്ളനായിരുന്നു എൻ്റെ ഒരു പേര്. ഞാൻ മാത്രം ഒരു ഏക കഥാപാത്രം. അപ്പോൾ അതിൽ പോലീസ് കള്ളനായോ? അതിൽ പോലീസ് കള്ളനാവുകയാണ് ചെയ്യുന്നത് കഥാപാത്രത്തിൽ. അപ്പോൾ സാറിന് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലവുണ്ടാവുമല്ലോ. അപ്പോൾ സാമ്പത്തികപരമായിട്ട് സാറിന് ഈ പോലീസ് ഉദ്യോഗം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമുക്ക് ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ അല്ലെ പിൻബലം വേണ്ടത് നമ്മൾ കുടുംബത്തിൽ നിന്നാണ്. ഇതിനൊക്കെ ചിലവുണ്ട്. അപ്പോൾ ചിലവ് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് എന്നുവെച്ചാൽ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഷോർട്ട് ഫിലിമൊക്കെ നമ്മൾ എടുക്കുന്ന. എഡിറ്ററിൻ്റെ ഭാഗത്തുനിന്നാലും ക്യാമറയുടെ ഭാഗത്തുനിന്നായാലും അവരൊക്കെ പ്രൊഫഷണലുകൾ തന്നെയാണ്. സിനിമയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണെങ്കിലും നമ്മളൊരു സൗഹൃദം കൊണ്ട് നമ്മളോട് സഹകരിച്ചുകൊണ്ടാണ് സിനിമകളൊക്കെ എടുക്കുന്നത്. ഈ സിനിമാ മേഖലയിൽ സാഹിത്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ അകത്തൊരു ലാഭം കണ്ടെത്താനുള്ള രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. നമ്മളൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിലപ്പുറത്തേക്ക് ഞാൻ കണ്ടെത്തുന്നത് എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ടായി എന്നുള്ളതാണ്. ബന്ധങ്ങളുണ്ടായിരുന്നു ഈ സിനിമാ മേഖലയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുപോലെ എഴുത്തിൻ്റെ മേഖലയിൽ ബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനൊരു ബന്ധം ഇനി എത്ര വലിയ കാശുണ്ടായി കഴിഞ്ഞാലും നമുക്ക് കിട്ടില്ല, സാധിക്കില്ല. അതാണ് ഇതിനകത്ത് ഞാൻ കണ്ടെത്തുന്ന സന്തോഷവും ഏറ്റവും വലിയ ലാഭവും അതാണ് സൗഹൃദങ്ങൾ. ഇപ്പോൾ അത് ഞാൻ എൻ്റെ ആദ്യ പുസ്തകം കൈരളി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. ലൈഫ് ലോങ് വാലിഡിറ്റി എന്നാണ് ആ ചെറുകഥയുടെ ആദ്യ പുസ്തകത്തിൻ്റെ പേര്. 2010 പ്രസിദ്ധീകരിച്ചത്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പുസ്തകം ഇറക്കുന്നത് 2010 ആ പുസ്തകം ഒരു വലിയ നിറഞ്ഞ സദസ്സിൽ ഇന്നത്തെ നമ്മുടെ ഏറ്റവും മികച്ച മലയാളത്തിൽ മികച്ച സംവിധായകൻ ബ്ലസ്സി സാറായിരുന്നു അതിൽ പ്രകാശനം നിർവഹിച്ചത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട്. ഒരുപക്ഷെ ഞാൻ എഴുത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ബ്ലസ്സി എന്ന് പറയുന്നൊരു ഒരു സംവിധായകനെ നമുക്ക് സൗഹൃദം കിട്ടില്ല, പരിചയപ്പെടാൻ പറ്റില്ലായിരുന്നു. അതിനൊരു കാരണം അഷ്റഫ് ആഡൂർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്. അഷ്റഫ് ആഡൂരിൻ്റെ പുസ്തകം ബ്ലസ്സി സാറ് വായിക്കുകയും അങ്ങനെ അഷ്റഫിനെ ബ്ലസ്സി സാർ വിളിക്കുകയും അങ്ങനെ ഒരു ദിവസം കണ്ണൂരിലേക്ക് സാർ ഇങ്ങോട്ടേക്ക് വരികയാണ്, നമ്മളെ കാണണമെന്ന് പറഞ്ഞിട്ട് അഷ്റഫിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വരികയും അങ്ങനെ അഷ്റഫിൻ്റെ സൗഹൃദത്തിൽ ഞാനൊക്കെ പോയിട്ട് ബ്ലസ്സി സാറെ പരിചയപ്പെടുകയും അഷ്റഫ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 5-6 വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയി. പക്ഷേ അന്ന് ഏകദേശം ഒരു 2006 തുടങ്ങിയ ഒരു സൗഹൃദം ബ്ലസ്സി സാറായിട്ട് ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ഏറ്റവും മികച്ച എനിക്ക് കിട്ടുന്നൊരു പുസ്തകത്തിൻ്റെ ഒരു അവാർഡ് ഒരുപക്ഷെ അങ്ങനെ ഇത്രയും വലിയൊരു സംവിധായകൻ്റെ കയ്യിലൂടെ പ്രകാശനം ചെയ്യുക എന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു അവാർഡായിട്ട് തന്നെയാണ് ഞാൻ എന്നെ കാണുന്നത്. 2 ചെറുകഥ സമാഹാരങ്ങൾ ഇറക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ പുസ്തകം ജാലക കാഴ്ചകൾക്കപ്പുറത്തുനിന്നാണ്. അത് അങ്ങനൊരു പേര് വരാൻ കാരണം അത് ഈ കൊറോണ ബേസ്ഡ് ആയിട്ടുള്ള കഥകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും പേടിച്ചിറങ്ങിയിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ കൊറോണ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വളരെ സജീവമായിട്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റിയ 2 വിഭാഗങ്ങൾ, ഒന്ന് പോലീസും മറ്റൊന്ന് ആരോഗ്യവും. അപ്പോൾ ഈ ഒരു ഓട്ടത്തിനിടയിൽ ജനങ്ങളോടൊപ്പം
നമ്മൾ കൂടെ നിന്ന് അവർക്ക് ഇടവഴിക, ധൈര്യം കൊടുത്തുകൊണ്ട് ആശ്വാസം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ പോലീസുകാരനും മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടായ ചില അനുഭവങ്ങൾ വെച്ചിട്ട് COVID-19 ഓർമ്മിപ്പിക്കുന്നതിൽ 19 കഥകളടങ്ങിയ ഒരു അതിന്റെ പേര് ജാലക കാഴ്ചകൾക്കപ്പുറം എന്നാണ്. മൂന്നാമത്തെ പുസ്തകം ചെറുകഥ തന്നെയാണ്. നാലാമതൊരു പുസ്തകത്തിൻ്റെ ഓൾറെഡി പിന്നെ DTP വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേകതയുള്ള പുസ്തകമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കണ്ണൂർ കോട്ടയിൽ ടൂറിസം പോലീസായിരുന്നു. അപ്പോൾ കണ്ണൂർ കോട്ടയെക്കുറിച്ചിട്ടുള്ളൊരു ചരിത്രം, അത് ചരിത്രം മാത്രമല്ല മിത്തും കൂടിയുണ്ട്. കണ്ണൂർ കോട്ടയ്ക്ക് വളരെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ത്യയിലേക്ക് യൂറോപ്യൻകാർ വന്നതിന് ശേഷം ഇന്ത്യയിൽ, അതാണ് പറയുന്നത്, കേരളത്തിലല്ല, ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് പണിത കോട്ടയാണ് കണ്ണൂർ കോട്ട. ഫസ്റ്റിലത്തെ കോട്ടയാണ്. 1505 ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്ന പോർച്ചുഗീസ് വൈസ്രോയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാരാണ് ഈ കോട്ട പണിത്. അപ്പോൾ ടിപ്പുവിൻ്റെ കോട്ട ആണല്ലോ അതിന് പേര് വരുന്നത്. ടിപ്പുവിൻ്റെ കോട്ട എന്ന് പറയുന്നത് ഒരിക്കലും കണ്ണൂർ കോട്ടയല്ല. ടിപ്പുവിൻ്റെ കോട്ട എന്ന് വെച്ചാൽ കണ്ണൂരോ കേരളത്തിലോ ടിപ്പു കോട്ട ഇതുവരെ പണിതിട്ടില്ല. പക്ഷേ ടിപ്പുവിൻ്റെ കോട്ട എന്ന് അറിയപ്പെടുന്നത് പാലക്കാട് കോട്ടയാണ്. പക്ഷെ പാലക്കാട് കോട്ട പണിതിരിക്കുന്നത് ടിപ്പുവിൻ്റെ ഉപ്പയായിട്ടുള്ള ഹൈദരാലിയാണ്. പക്ഷെ അറിയപ്പെടുന്നത് ടിപ്പുവിൻ്റെ കോട്ട. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ വെച്ചാൽ കണ്ണൂരിൽ കോട്ടയിലേക്ക് ടിപ്പു സുൽത്താൻ വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പറയാം അല്ലേ. കോട്ട ഭരിച്ചിട്ടില്ല. ഈ കണ്ണൂർ കോട്ടയിൽ നിന്ന് തലശ്ശേരി കോട്ടയിലേക്ക് ഉള്ളിലൂടെ കടലിന്റെ അടിയിലൂടെ ഒരു പാത ഉണ്ട് എന്ന് പറയുന്നത് ടിപ്പു ഉണ്ടാക്കി? ഒരിക്കലും ഇല്ല. അതൊക്കെ വെറുതെ ചുമ്മാ പറയുന്നത്. ചുമ്മാ ഞാൻ അത് പറയുമ്പോൾ ഞാൻ കണ്ണൂർ കോട്ടയിൽ അല്ലെ കണ്ണൂർ ജില്ലാ പോലീസ് ടൂറിസം പോലീസുകാരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ണൂർ കോട്ട ഏറ്റവും അടുത്ത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെയാണ് ആ പുസ്തകം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന തുരങ്കം എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല അവിടെ. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയൊരു വ്യക്തിയാണ്. അതൊരു ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4-5 മീറ്റർ സ്ക്വയറിലുള്ള ഒരു മുറിയാണ്. ഇല്ല എന്ന് പറയാൻ പ്രത്യക്ഷത്തെ നമുക്ക് പറയാൻ പറ്റും. കാരണം കണ്ണൂർ കോട്ടയും ഈ പറയുന്ന ഇതൊക്കെ പണിതെടുക്കുന്നത് പോർച്ചുഗീസുകാരാണ്. അതെപ്പോഴാണെന്ന് വെച്ചാൽ 1505 1505 കഴിഞ്ഞു. 200 വർഷത്തിന് ശേഷം പോർച്ചുഗീസുകാർ ഇവിടുന്ന് പോയി. പിന്നെ ഡച്ചുകാർ വന്നു. ഡച്ചുകാർക്ക് ശേഷം 1790കളിലാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ വരുന്നത്. ഈ തലശ്ശേരി കോട്ട പണിതിരിക്കുന്നത് ഈ 1790 ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ നമുക്ക് ഈ നമ്മുടെ ദിശ വെച്ചിട്ട് എന്നുവെച്ചാൽ കണ്ണൂർ കോട്ടയുടെ തെക്ക് വശത്താണ് ഈ പറയുന്ന തുരങ്കം എന്ന് പറഞ്ഞ ഉള്ളത്. അതേ ഭാഗത്ത് തന്നെയാണ് തെക്ക് ഭാഗത്താണ് തലശ്ശേരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തലശ്ശേരി കോട്ടയിൽ നിന്നും അതിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ അത് ആർക്കിയോളജിസ്റ്റ് അത് അടച്ചു വെച്ചിട്ടാണ്. ഈ പുസ്തകം എഴുതേണ്ടിയിട്ട് നമുക്ക് ചരിത്ര പുസ്തകം മാത്രം ആശ്രയിച്ച് എഴുതിയൊരു പുസ്തകമല്ല. ഞാൻ ആഴിക്കര, കണ്ണൂർ സിറ്റി, പിന്നെ ഇപ്പുറത്ത് കണ്ണൂർ കോട്ടയുടെ ഭാഗം, DSCയുടെ ഭാഗം, ഇവിടെയൊക്കെ യാത്ര ചെയ്തിട്ട് അല്ല അവിടെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പഴയ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള അന്ന് എനിക്ക് തോന്നുന്നത് 2-3 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രായമുള്ള ആളെ പോയിട്ട് കണ്ടിട്ട് അവരൊക്കെ കണ്ണൂർ കോട്ടയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്. ചരിത്ര പുസ്തകമൊന്നും ഒരുക്കാൻ പറയില്ല. ഒരു സഞ്ചാര സാഹിത്യം എന്ന രീതിയിലാണ് ഞാൻ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു പേര് എന്ന് പറയുന്നത് കല്ലു പറയുന്നു കാറ്റും എന്നാണ്. ഒരു സഞ്ചാരി കണ്ണൂർ കോട്ടയിലേക്ക് അപ്പോൾ കണ്ണൂർ കോട്ടയെക്കുറിച്ച് പറയുന്നത്. ഞാൻ അതിൻ്റെ അത് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ കോട്ട ഉണ്ടാക്കിയ ഞാൻ നേരത്തെ പറഞ്ഞു പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ വരികയാണ്. ഡച്ചുകാർ ഇവിടുത്തെ കച്ചവടമൊക്കെ നിർത്തിയിട്ട് ഈ കോട്ട വിറ്റിട്ട് പോവുകയാണ്. അതാർക്ക് അന്നത്തെ അറക്കൽ ബീബിക്ക് അന്നത്തെ 1 ലക്ഷം രൂപക്ക് കണ്ണൂർ കോട്ട വിറ്റിട്ട് പോവുകയാണ്. അപ്പോൾ അറക്കൽ ബീബിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ കോട്ടയിൽ ആധിപത്യം സ്ഥാപിച്ചത്, തോൽപ്പിച്ചിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് അറക്കൽ രാജാവ് ഒക്കെ കോട്ടയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവർക്ക് സ്ഥാപന ജംബക വസ്തുക്കളൊക്കെ എടുത്ത് പുറത്ത് വരുമ്പോൾ പിന്നെ അന്ന് ടിപ്പു സുൽത്താനൊക്കെ അറക്കൽ രാജാവിനെ അറക്കൽ ബീവിയൊക്കെ സഹായിച്ചതായിട്ട് ചരിത്രം പറയും. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് 18ഓളം പീരങ്കികൾ കണ്ണൂർ കോട്ടയിലുണ്ട്. ഇപ്പോഴുണ്ട് 18 പീരങ്കികളുണ്ട്. ചെറിയ പീരങ്കി എന്ന് പറയുന്നത് കോർട്ടിഫയർ എന്ന് പറയും, അത് 2 എണ്ണം ഉണ്ട്. പിന്നെ പീരങ്കിയുടെ പ്രത്യേകത നമുക്ക് ഡയറക്റ്റ് മാത്രം വെടിവെക്കാൻ പറ്റും. മറ്റേ ഒരു മതിൽക്കെട്ടിന് അപ്പുറത്തുള്ളവരെ വെടിവെക്കണമെങ്കിൽ നമുക്ക് പീരങ്കി കൊണ്ട് പറ്റില്ല. അതിന് മോർട്ടാർ എന്ന് പറയുന്ന 2 ഉപകരണങ്ങളുണ്ട്, അതും കണ്ണൂർ കോട്ടയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ പീരങ്കി 18 പീരങ്കിലും 2 കോർട്ടിഫയറിന് നടുവിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞു പോർച്ചുഗീസുകാർ ഭരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ
ഡച്ചുകാർ ഭരണം നടത്തിയിട്ടുണ്ട്. പിന്നെ ഭരണം നടത്തിയത് അറക്കൽ രാജാവും പിന്നെ അറക്കൽ രാജവംശവും പിന്നീട് ബ്രിട്ടീഷുകാർ. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വന്ന നാലാമതൊരായിട്ടുള്ള ഒരു പിന്നെ വിദേശികളുണ്ട്, പാശ്ചാത്യരുണ്ട്. അത് ഡച്ചുകാർ അല്ല ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ചുകാർ കണ്ണൂർ കോട്ടയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടില്ല, വന്നിട്ടില്ല. ഇല്ല. അവർ മാഹി പ്രദേശത്ത് അവർ ഭരണം നടത്തിപ്പോവുകയാണ്. പക്ഷെ ഫ്രഞ്ച് നിർമ്മിതമായിട്ടുള്ള ഒരു പീരങ്കി ഇന്ന് കണ്ണൂർ കോട്ടയിൽ അവശേഷിക്കുന്നു, അവിടെ ഉണ്ട്. അതൊരിക്കലും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ശത്രുക്കളായതുകൊണ്ട് തന്നെ ഫ്രഞ്ചുകാരെടുക്കുന്ന പീരങ്കി വാങ്ങാൻ സാധ്യതയില്ല. ബ്രിട്ടീഷുകാരുടെ പീരങ്കിൽ നിലവിൽ അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അവരെങ്ങനെയാണ് ആ ഫ്രഞ്ചുകാരുടെ പീരങ്കി കണ്ണൂർ കോട്ടയിൽ വന്നത് എന്നതാണ് എൻ്റെ ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ പീരങ്കിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ആ പീരങ്കി ഇപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് കടലിനെ അഭിമുഖമായിട്ട് വെച്ചിട്ടുണ്ട്, കൊത്തളത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ആ പീരങ്കി ലില്ലി എന്ന് പറയുന്ന ചിഹ്നം അത് ഇറങ്ങി നമ്മൾ അപ്പുറത്ത് വെച്ചിട്ട് പീരങ്കിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് പോകാത്തൊരു പീരങ്കി ഉണ്ട് ഇപ്പോഴും അതിൽ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അന്വേഷണവും ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നതും ഈ പീരങ്കി എങ്ങനെ കണ്ണൂർ കോട്ടയിൽ വന്നുവെന്നും കണ്ണൂർ കോട്ട ഭരിക്കാത്ത ഡച്ചുകാരുടെ അല്ല ഫ്രഞ്ചുകാരുടെ പീരങ്കി എങ്ങനെ കണ്ണൂർ കോട്ടയിൽ വന്നു എന്നുള്ളതാണ് എൻ്റെ പുസ്തകത്തിലൂടെ ഞാൻ ബാക്കി അത് ഇറങ്ങുമ്പോൾ വായിക്കട്ടെ അല്ലേ. ബാക്കി അത് നമ്മളെ വായനക്കാർക്ക് കൊടുക്കുകയാണ്, എല്ലാ ചരിത്രകാരന്മാർക്ക് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒന്നുകൂടി പറയാം, ഇപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ഓരോരാൾ ഓരോ ഇഷ്ടത്തിനെത്തിയിട്ട് എൻ്റെ ഇത് ചരിത്ര പുസ്തകമല്ല, ചരിത്രം ക്ലബ്ബ് ചെയ്തുകൊണ്ട് ആ നാട്ടിലെ അന്നത്തെ ജീവിച്ചിരുന്നവരെ നിന്ന് കേട്ട് കേൾവികളും മിത്തുകൾ ഇതൊക്കെ വെച്ചുകൊണ്ട് കണ്ണൂർ കോട്ട എങ്ങനെ കാണാം, കണ്ണൂർ കോട്ട എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ സാറ് എഴുത്തുകാരനുള്ള രീതിയിലാണ് നമ്മൾ പരിചയപ്പെടാൻ വന്നത്. പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് കൈവെക്കാതെ ഒരു മേഖലയില്ല, എല്ലാ മേഖലയിലും സാറ് കൈവച്ചിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ലാത്തി കൊണ്ട് ക്രമസമാധാനവും പേന കൊണ്ട് വലിയൊരു സൗഹൃദം സൃഷ്ടിച്ച സാറിന് സ്ക്രീൻഷോട്ട് മീഡിയയുടെ എല്ലാവിധ ആശംസകളും.